ിലേക്കുള്ള ഭക്തി വർദ്ധിച്ചു വരുന്ന വേളയിൽ നമ്മുടെ ഭക്തിയെ 3 തലത്തിൽ നമ്മുടെ ഭക്തിയെ ഭഗവാനോട് ചേർത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. ഞാൻ അഭിലാഷ് നാരായണൻ കൊല്ലം. അതിൽ ഒന്നാമത്തത് അചഞ്ചലമായ ഭക്തി. ഭഗവാനിൽ നിന്ന് യാതൊരു കാരണവശാലും വിട്ടുമാറാതെ ദൃഢമായ നിലയിൽ ഭഗവാനിലേക്ക് നമ്മുടെ ബോധത്തെ ചേർത്തു നിർത്തുന്ന അചഞ്ചലമായ ഭാവത്തിൽ ചലനാത്മകതയില്ലാത്ത ഭക്തിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. രണ്ടാമത്തത് എന്ന് പറയുന്നത് പരിശുദ്ധമായ പ്രേമം. ഭഗവാനോട് കളങ്കമില്ലാത്ത, മോഹങ്ങളില്ലാത്ത പരിപൂർണമായ പരമപ്രേമം ഭഗവാനോട് വർദ്ധിച്ചു വരുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് പരിശുദ്ധമായ പ്രേമഭക്തി എന്ന് പറയുന്നത്. മൂന്നാമത്തത് അവിടെ നിസ്വാർത്ഥമായ ഹൃദയഭക്തി. സ്വാർത്ഥതകളില്ലാത്ത, മമതകളില്ലാത്ത ഹൃദയത്തിൻ്റെ സംശുദ്ധമായ ഭക്തി ഉണ്ടാവണം. അങ്ങനെ ഈ 3 തരം അചഞ്ചലമായ, പരിശുദ്ധമായ, നിസ്വാർത്ഥമായ 3 തല ഭക്തികൾ ഉയർന്നു വരുമ്പോഴാണ് അവിടെ നമുക്ക് ആ ഭക്തി ഹൃദയഭാവത്തിലേക്കും പ്രേമത്തിലേക്കും, പ്രേമം ഹൃദയഭാവത്തിലേക്കും എത്തപ്പെടുന്നു. പുറമേയുള്ള ഭഗവാനെ ആരാധിക്കുമ്പോഴാണ് അചഞ്ചലമായ ഭക്തിയിലേക്ക് ഒന്നാമത്തെ ഘട്ടം രൂപപ്പെടുന്നതെങ്കിൽ, രണ്ടാമത്തെ ഘട്ടം ആ ഭഗവാനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് പരിശുദ്ധമായ പ്രേമഭക്തി. സ്നേഹത്തിലൂടെ ഉള്ളിലേക്ക് ആ ഭഗവാനെ സ്വീകരിക്കുക. മൂന്നാമത്തത് ആ സ്വീകരിക്കപ്പെട്ട ഭഗവാന്റെ വാസഗൃഹമായി സ്വാർത്ഥതയില്ലാത്ത തൻ്റെ ഹൃദയം ആ ഭഗവാന്റെ സദാസമയത്തെയും സമ്പൂർണമായ ഇരിപ്പിടസ്ഥാനമായി മാറുന്നതാണ് അവിടെ ആ ഹൃദയ ഭക്തി എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഭക്തഹൃദയം, സ്വാർത്ഥതയില്ലാത്ത ഹൃദയം എന്ന് പറയപ്പെടുന്നു. അചഞ്ചലമായ ഭക്തിയിൽ ഭീഷ്മ പിതാമഹനെയും അതുപോലെ തന്നെ പരിശുദ്ധമായ ആ പ്രേമത്തിലേക്ക് ഗോപികമാരെയും, അത് കഴിഞ്ഞാൽ സ്വാർത്ഥതയില്ലാത്ത ഹൃദയഭക്തിയിൽ രാധയെയും നമുക്ക് കാണാൻ സാധിക്കും. ആ 3 തലം ഭക്ത പ്രവരന്മാരുടെ അല്ലെങ്കിൽ ഭക്തതലങ്ങളെയും സമുന്നയിപ്പിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് എത്തുവാനുള്ള നിതാന്തമായ പരിശ്രമമാണ് ഒരു ഭക്തൻ തൻ്റെ സാധനയായി മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.